മലയാളികളെ സംബന്ധിച്ച്, കേരളത്തിനെ സംബന്ധിച്ച് ഇന്നും നാളെയും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. പ്രത്യേകിച്ചും വിശ്വാസികളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ചോറ്റാനിക്കരയിൽ മകം തൊഴൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ ഭക്തി നിറവിലാണ് വിശ്വാസികൾ. എന്തായാലും ചോറ്റാനിക്കരയിലും ആറ്റുകാലും ഒക്കെ ഇപ്പോൾ ഭക്തജന തിരക്ക് വലിയ തരത്തിലുണ്ട്. ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചോറ്റാനിക്കരയിലേക്ക് പോകാം. കാരണം ഇന്ന് ആണ് അവിടെ മകം തൊഴൽ നടക്കുന്നത്. ഭക്തിസാന്ദ്രമായി ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകം തൊഴൽ ദേവിയെ തങ്കഗോളകയും ആഭരണങ്ങളും പട്ടുടയാടകളും താമരമാലയും അണിയിച്ച് നെയ്വിളക്കിൽ തിരിതെളിച്ച് മകം ദർശനത്തിനായി നട തുറന്നു. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് നട തുറന്നത്. രാത്രി 9:30 വരെ ഭക്തർക്ക് മകം തൊഴാനുള്ള സമയം. 650ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വിന്യസിച്ചത്. സൈഫുനീസ അലിയാർ അവിടെ നിന്നും തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലേക്ക് മകം തൊഴാനായി കഴിഞ്ഞ 2 മണിക്കൂറായി ഭക്തരുടെ വലിയ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോഴും ഭക്തർ ക്യൂവിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. രാത്രി 9:30 വരെ ഈ മകം തൊഴാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നട തുറന്നത്. സർവാഭരണ വിഭൂഷിതയായി ചോറ്റാനിക്കര അമ്മയെ കാണാനുള്ള ഒരു അവസരമാണ് ഈ ഉത്സവ ദിവസങ്ങളിൽ ലഭിക്കുന്നത്. തങ്കഗോളകയൊക്കെ ഇട്ട് ചോറ്റാനിക്കര അമ്മയെ കാണാമെന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ അമ്മയെ കാണുവാനായി ഒരുപാട് പേരാണ് പല നാടുകളിൽ നിന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. എവിടുന്ന വരുന്ന ചേട്ടാ? ഏങ്ങണ്ടിയൂർന്ന്, തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഏങ്ങണ്ടിയൂർന്നാണ് സ്ഥലം. എല്ലാ വർഷവും വരുന്നതാണോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. എന്തുകൊണ്ടാണ് ഇത്തവണ വരാമെന്ന് വിചാരിച്ചത്? ഇല്ല, ഭാര്യ പറഞ്ഞു നാട്ടിൽ വന്നപ്പോൾ സെറ്റിലായപ്പോൾ ഒന്ന് വന്ന് മകം തൊഴാന്നുള്ള. അങ്ങനെ വന്ന് ആദ്യം കണ്ടപ്പോൾ ഒരു അനുഭവം ഭയങ്കര ഒരുപാട് നേരം ക്യൂവിലും കണ്ടുവന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് 4 മണിക്ക് പോകുന്നുള്ളതാണ്. ഇപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല ദേവിനെ. ഇന്നലെ വന്ന് നിൽക്കുന്ന ആളുകൾ വരെ ഉണ്ട്. ഇന്നലെ വന്ന് ഇവിടെ ആ ക്യൂവിൽ സ്ഥലം പിടിച്ച് നിൽക്കുന്നതാണ്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തു നിന്നും ബാരിക്കേഡ് വെച്ച് 4 ഭാഗത്തു നിന്നും ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ പേര് അമ്മയെ കണ്ട് തൊഴുത് ഇറങ്ങി വന്നവരുണ്ട്. അമ്മയെ കണ്ടതാണോ? അമ്മയെ കണ്ട് തൊഴുതാണോ? ഇല്ല, കണ്ടില്ല. അപ്പൊ ഇതെന്താ ഇവിടെ ഇരിക്കുന്നേ? കാണണം, പോയിട്ട് ക്യൂ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിരിക്കുന്നതാണോ? ഓക്കെ. എവിടുന്നാ വരുന്നേ? തൃക്കാക്കര. തൃക്കാക്കരന്നാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കാണാനിരിക്കുന്നവരും ഇനി ഒരുപാട് പേര് ഉണ്ട്. ഈ ഓരോ ക്യൂവിലേക്കും ആളുകളെ അതിവേഗമാണ് കടത്തിവിടുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ചോറ്റാനിക്കരയിൽ മകം തൊഴാനായി എത്തുന്നത്. ഇനി ഓരോ പ്രത്യേകം ക്യൂ ഉണ്ട്. VIP-കളുടെ ഒരു ക്യൂ ഉണ്ട്. അതുകൂടാതെ ഈ പ്രദേശവാസികളുടെ ക്യൂ ഉണ്ട്. ഈ നാട്ടുകാരുടെ ക്യൂ ഇത്തവണയാണ് തുടങ്ങിയത്. കാരണം നാട്ടുകാരായവർക്ക് കുറച്ചുകൂടെ മുൻഗണന കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ക്യൂ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എവിടെ നിന്ന് അമ്മ വരുന്നേ? ഞാറക്കൽ വൈപ്പിൻ. രാവിലെ വന്നാണോ? രാവിലെ വരുന്നത്. എപ്പോഴാണ് പുറപ്പെട്ടാണ്? രാവിലെ 6 മണിക്ക് പോകുന്നു വീട്ടിൽ നിന്ന്. 6 മണിക്ക് പോകുന്നു. ഓക്കെ. ഇവിടെ കുറെ പുരുഷന്മാരൊക്കെ ഉണ്ട്. ചോറ്റാനിക്കരമ്മയെ കാണാൻ വന്നാണോ? അതെ. എല്ലാ വർഷവും വരുന്നതാണോ? എല്ലാ വർഷവും വരുന്നതാണ്. വിശ്വാസമാണല്ലേ? അതെ, വിശ്വാസം. എല്ലാം ആഗ്രഹമൊക്കെ നടന്നിട്ടുണ്ടോ? അമ്മയെടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാം നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ സ്ത്രീകൾ ആണ് കൂടുതൽ ഈ ചോറ്റാനിക്കര മകം തൊഴാനായി എല്ലാ വർഷവും വരാറുള്ളത്. ഇത്തവണ പുരുഷന്മാരും അതുപോലെ തന്നെ കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട്. ഇവരെയൊക്കെ ക്രമീകരിക്കാനായി 700ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലും വനിതാ പോലീസുകാരാണ് എന്നുള്ളതാണ് പ്രത്യേകത. 4 ലക്ഷത്തോളം പേരാണ് ഇത്തവണ മകം തൊഴാനായി ചോറ്റാനിക്കരയിലേക്ക് എത്തുന്നത്. നാളെ ആറ്റുകാൽ പൊങ്കാല കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് മകം തൊഴുത് ഇവിടെ നിന്ന് രാത്രി തന്നെ ആറ്റുകാലിലേക്ക് പോകാൻ നിൽക്കുന്നവരും ഈ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. ക്യാമറാമാൻ വിഷ്ണു എസ് ആനന്ദിനൊപ്പം സൈഫുനീസ അലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.